നടി ഷെഫാലി ജാരിവാലയുടെ മരണത്തിൽ പ്രാഥമിക പോസ്റ്റ്മോർട്ടം ഫലം ഇന്ന് വരും. രക്തസമ്മർദ്ദം പെട്ടെന്ന് താഴ്ന്നത് മരണകാരണമെന്നാണ് സംശയം. സൗന്ദര്യ ചികിത്സയുമായി ബന്ധപ്പെട്ട വിദഗ്ധരുടെ അഭിപ്രായം പോലീസ് ഇപ്പോൾ തേടിയിട്ടുണ്ട്. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി മുംബൈയിൽ നിന്ന് ഇപ്പോൾ ചേരുന്നുണ്ട്. ശ്രീനാഥ്, എന്തൊക്കെ കാര്യങ്ങളിൽ വ്യക്തത വന്നിട്ടുണ്ട് ഇതിനോടകം? ശ്രീനാഥ്, കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് ഷെഫാലിയെ അബോധാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. പിന്നാലെ അവിടെ വെച്ചവരുടെ മരണവും സ്ഥിരീകരിച്ചു. രക്തസമ്മർദ്ദം വല്ലാതെ കുറഞ്ഞു എന്നതാണ് ഡോക്ടർമാർ പറയുന്നത്. ഹൃദയാഘാതം ഉണ്ടായി എന്നും പറയുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങളൊക്കെ തീർക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. അങ്ങനെയാണ് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളിലേക്ക് പിന്നീട് കടന്നത്. അതിൻ്റെ പ്രാഥമികമായ ഒരു റിപ്പോർട്ടാണ് നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത്. മരണകാരണത്തെക്കുറിച്ചുള്ള ഒരു കൃത്യമായ വിവരം, പ്രാഥമികമായ ഒരു വിവരം ഇന്ന് തന്നെ ലഭിക്കും. ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധന അടക്കമുള്ള മറ്റു ഫലങ്ങൾ പിന്നാലെയാണ് ഉണ്ടാവുക. എന്നാൽ പോലും ആദ്യത്തെ ഒരു നിഗമനം നമുക്ക് ഇന്ന് പ്രതീക്ഷിക്കാൻ വേണ്ടി കഴിയും. ഹൃദയാഘാതത്തിലേക്ക് നയിച്ച ഘടകങ്ങൾ ഏത് എന്നതിലാണ് പോലീസിന് യഥാർത്ഥത്തിൽ ഇപ്പോൾ സംശയമുള്ളത്. അതിനപ്പുറത്തേക്ക് മറ്റൊരു ദുരൂഹതയും ഇല്ല എന്നതാണ് പോലീസ് പറയുന്നത്. ഈ കഴിഞ്ഞ 8 വർഷക്കാലമായി യൗവനം നിലനിർത്താനുള്ള ചികിത്സകൾ ഈ ഷെഫാലി ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാ മാസവും അതിനുവേണ്ട ഒരു കുത്തിവയ്പ്പൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഈ മരണം നടക്കുന്ന ദിവസം പോലും അന്ന് വീട്ടിൽ പൂജയായതുകൊണ്ട് അവർ ഉപവാസത്തിലായിരുന്നു, ഭക്ഷണം കഴിച്ചിരുന്നില്ല. പക്ഷേ ഉച്ചയോടെ ഈ മരുന്ന് കുത്തിവെക്കുകയും ചെയ്തു. രാത്രിയോടെയാണ് അവശ നിലയിലേക്ക് ആയത്. ഈ ശരീരത്തിൻ്റെ തൊലി വെളുക്കാനുള്ള ചില മരുന്നുകളുമൊക്കെ തന്നെ അവർ ഉപയോഗിച്ചിരുന്നു എന്നതും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും ഷെഫാലിയുടെ മുറിയിൽ നിന്ന് കണ്ടെത്തിയ മരുന്നുകളൊക്കെ തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇതിൽ ചില വിദഗ്ധ അഭിപ്രായം കൂടി പോലീസ് തേടേണ്ടതുണ്ട്. ഇത്തരം മരുന്നുകളുടെ ഒരു റിയാക്ഷൻ അത് ശരീരത്തിൽ ഏതു തരത്തിലായിരിക്കും എന്നതിലൊക്കെ തന്നെ പോലീസ് വ്യക്തത വരുത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ വിദഗ്ധരുമായി ഈ കാര്യങ്ങളിലൊക്കെ തന്നെ പോലീസ് ആശയവിനിമയം നടത്തുന്നത്. ശരി, ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.